ഇനി ആ സാൻഡ്രോ 1,00,000 രൂപയാണ് കേട്ടോ ആ സാൻഡ്രോക്ക് ചോദിക്കുന്ന റേറ്റ്. അല്ലെങ്കിൽ 1,00,000 രൂപേന് ചോദിക്കുന്നുള്ളൂ കേട്ടോ. അതും നിങ്ങൾക്ക് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും ഒരു സാൻഡ്രോ. ഭംഗിയിൽ കിടക്കുന്ന വണ്ടിയാണ്. 2008 മോഡൽ വണ്ടിയാണ്. ഞാൻ നേരത്തെ ഡീറ്റെയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ 1,00,000 എന്ന് പറഞ്ഞത് അല്ല, 90,000 അപ്പൊ വീണ്ടും നെഗോഷ്യബിൾ ആണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള 80,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുള്ള ടയറുകളൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ 90,000 കുറയുന്നതാണ് കേട്ടോ ചേച്ചി എന്നോട് പറഞ്ഞേക്കണേ. ഹായ് ടീ, നമ്മുടെ ലിഫ്റ്റ് അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും തൃശ്ശൂരാണ്. തൃശ്ശൂര് ബ്ലൂ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ കാർ ഷോറൂമിലാണ് കേട്ടോ. ബ്ലൂ വേവ് അത് നമ്മളിവിടെ ഒരുപാട് വണ്ടികളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇടയ്ക്ക് ഇവിടെ ഓരോ വീഡിയോകൾ ചെയ്യാറുണ്ട്. പൂങ്കുന്നം സെൻട്രൽ, തൃശ്ശൂർ പൂങ്കുന്നം സെൻട്രലാണ് കേട്ടോ ഈ ഷോറൂം വരുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് വണ്ടികൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് വേഗം, എന്നാലും അത്യാവശ്യം വണ്ടികളുണ്ട് ഇവിടെ. ഉള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാന്ന് പറഞ്ഞാലും തൃശ്ശൂരിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെയാണ്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. നല്ല ക്വാളിറ്റി വണ്ടികളാണ് കേട്ടോ. സമയം കളയുന്നില്ല. നെഗോഷ്യബിൾ പ്രൈസാന്ന് പറഞ്ഞേക്കണേ. ഇവിടെ പറഞ്ഞുതരാൻ ആരുമില്ല. അപ്പൊ വണ്ടിയുമ്പോൾ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്, ഞാനാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ അതിൽ ഡീറ്റെയിൽസ് ഉണ്ട് ഓൾറെഡി. അപ്പൊ എല്ലാം നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണെന്ന് അവർ പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ചേച്ചിയുണ്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന്റെ ഒരു മനസ്സിലായില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനൊന്ന് വേഗം കാണിക്കാം കേട്ടോ. നമ്പറും കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും നമ്പർ സ്ക്രീനിലും വെച്ചിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കാൻ മറക്കല്ല കേട്ടോ. അടുപ്പിച്ച് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പോൾ. ആ ടീം, ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നോവയാണ് കേട്ടോ. KL 58J ഇന്നോവ. ഇത് ടൈപ്പ് 3യിലാണ് വണ്ടി കിടക്കുന്നത്, ടൈപ്പ് 4 അല്ല. അപ്പൊ ഇയറൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇന്നോവ 2.5 G4 ഒക്കെ KL 58 2012 മോഡൽ വണ്ടിയാണ്. ഡീസൽ 1,28,000 കിലോമീറ്റർ, തേർഡ് ഓണർഷിപ്പിൽ കേട്ടോ. 2027 വരെ വണ്ടിക്ക് പേപ്പർ ഉണ്ട്. ഇത് കേരള വണ്ടി കേട്ടോ. കേരള വണ്ടിയാന്ന് ഞാൻ പറയുന്ന കാരണം റേറ്റ് കണ്ടിട്ടാണ്. 9,10,000 ആണ് ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്. ഇതൊക്കെ നെഗോഷ്യബിൾ റേറ്റ് ആണ്. G4 ആണെങ്കിലും അലോയ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടയറുകളൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടയറുകളൊക്കെ നീറ്റാണ്. ഗ്ലാസ് ഒക്കെ എല്ലാം 2012 ആണ്. റീപ്ലേസ് ഒന്നും ഇല്ല എന്നർത്ഥം. തേർഡ് ഓണർഷിപ്പിലാണ്. 2012 ആണ് ബാക്കും. G4 ആണ്, V അല്ല കേട്ടോ. വീരെ സ്റ്റിക്കർ ഒട്ടിച്ചു എന്നുള്ളൂ. ഞാൻ ഇന്റീരിയർ കണ്ടിട്ടാ പറഞ്ഞത്. G4 ഒക്കെ ഇന്റീരിയർ ഒക്കെ നോക്കാം. ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ്. 8 സീറ്റർ ആണ് കേട്ടോ, 7 സീറ്റർ അല്ല, 8 സീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു. ഇന്നോവ കേരള വണ്ടി നോക്കുന്നവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇന്റർകൂളർ വണ്ടിയല്ല, കേരള വണ്ടിയാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഹ്യൂണ്ടായിയുടെ ഒരു വണ്ടി പരിചയപ്പെടാം. ഹ്യൂണ്ടായി ക്രെറ്റ. ഇത് 1.6 ആണ് കേട്ടോ ഈ വണ്ടി വരണേ. നല്ല അടിപൊളി ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് വണ്ടിയുള്ള കാരണം സ്പീഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു തരാനുള്ള കാരണം കൊണ്ട് മാത്രം. KL 09 2000 നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഡീറ്റെയിൽ. പെട്രോള് 50,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, പാലക്കാട് രജിസ്ട്രേഷൻ. 12,00,000 രൂപയാണ് കേട്ടോ ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്. 2019 ആണ്, സെക്കൻഡ് ഓണർ ആണ് കേട്ടോ. ഇന്റീരിയറിലൊക്കെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ബാക്ക് വെന്റ്, AC അടക്കം എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും വണ്ടി വരുന്നുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ല എന്നാണ്. റീപ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ എഴുതിയിടുന്നാണ് പറഞ്ഞേക്കണം കേട്ടോ. ഡയറക്റ്റ് വന്ന് സംസാരിക്കുക ഈ വണ്ടിയുടെ കേസ്. ഈ വണ്ടിയുടെ നമുക്ക് ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വണ്ടി വിളിച്ചു ചോദിച്ചോളൂ. ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകാം. ഒരു സ്വിഫ്റ്റ്. വണ്ടി കണ്ടിട്ട് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. വൈറ്റ് കളർ. ഇത് സ്വിഫ്റ്റ് VDI ആണ്, അതായത് ഡീസലാണ്. 2018 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ. വൈറ്റ് 72,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, പട്ടാമ്പി. 7,25,000 രൂപയാണ് കേട്ടോ ഈ സ്വിഫ്റ്റിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. 7,25,000. 19 രജിസ്ട്രേഷൻ ഉണ്ട് വണ്ടി. ടയറുകളൊന്നും കുഴപ്പമില്ല കേട്ടോ. വണ്ടിയൊക്കെ നല്ല നീറ്റ് വണ്ടിയാണ്. വണ്ടിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പരിചയപ്പെടാം. അടുത്ത് ഇത് BMW ആണ്. X1 അല്ല, അതിന് കുറച്ചൊരു മുകളിലെ മോഡലാണ്. നോക്കിയിട്ട് പറയാം. BMW ആ സൈഡിലേക്ക് വരാൻ കാണുന്നില്ല. രജിസ്ട്രേഷൻ നമ്പർ 2012 മോഡലാണ്. ആൽഫൈൻ വൈറ്റ്, ഡീസൽ, 82,000 കിലോമീറ്റർ ഓടിയേക്കണ, ഫോർത്ത് ഓണർ. 7,00,000 ഇൻഷുറൻസ്. 2025 9 മാസം. 14,90,000 ആണ് കേട്ടോ ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്. BMW നോക്കുന്നവർക്ക്
കേരള രജിസ്ട്രേഷൻ X3 BMW X3. BMW ആകുമ്പോൾ പിന്നെ നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഡയറക്റ്റ് വരാം, ഇതിനെ കുറിച്ച് ചോദിക്കുക. നമുക്ക് നമ്മുടെ സാധാ വണ്ടികളിലേക്ക് പോകാൻ വേഗം. അതായത് നിസാൻ ടാറാനോര കേസ് KL08 പ്രോപ്പർ തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. ഡീസൽ 1,20,000 കിലോമീറ്റർ ആണ് ഓടിയേക്കണേ. 4,95,000 ആണ് കേട്ടോ ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്. 4,95,000. അടുത്തൊരു ഇയോൺ ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ഇതിൽ എഴുതിയിട്ടില്ല കേട്ടോ. ഡയറക്റ്റ് കോൺടാക്ട് നമ്പറിൽ വിളിച്ചു ചോദിക്കുക. ചെറിയ ബഡ്ജറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. അത് ഉണ്ടാവും, അതൊന്ന് ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചാൽ മതി. അടുത്തൊരു MIs പരിചയപ്പെടാം. ഹോണ്ട MIs. ഈ ഹോണ്ട MIസിന്റെ ഡീറ്റെയിൽ എങ്ങനെ വെച്ചാൽ 2020 മോഡലാണ്. രണ്ട് ബ്രൗൺ കളറ്. ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. 8,60,000 രൂപയാണ് കേട്ടോ ചോദിച്ചേക്കണേ. 8,60,000 രൂപ. പ്രോപ്പർ തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. 8,60,000 രൂപ. ടാക്സ്, ലൈഫ് ടാക്സ് 34,399 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കണത് സിംഗിൾ ഓണറിൽ. തുറക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാല് തുറന്ന് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഇതൊക്കെ ഞാൻ ഫുള്ള് അവരെ വിളിച്ച് തുറന്ന് വേറെ ഇവിടെ ആൾക്കാരില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം. വണ്ടിയുടെ ബാക്ക് സൈഡ് ഇതാ ഒരു ഇന്നോവ കൂടിയും കിടക്കുന്നുണ്ട്. ഇത് 2.5G തന്നെയാണ്. ഇതിന്റെ മോഡല് 2013 മോഡൽ. ഗ്ലാസ്സിൽ നോക്കിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് ഫ്രണ്ടിൽ നോക്കാം. അതെ, എല്ലാ ഗ്ലാസ്സിലും 2013 ടയറോളുണ്ട്. ഇതും 8 സീറ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ 2012 ഇത് ഇന്റീരിയറൊക്കെ നല്ല നീറ്റാണ് കേട്ടോ വണ്ടി. 2012 2013 നമ്മളിപ്പോ കണ്ടു. ഫ്രണ്ട് ഗ്ലാസും 2013 തന്നെയാണ്. KL45 എനിക്ക് തോന്നുന്നത് കേരള രജിസ്ട്രേഷൻ തന്നെ ആയിരിക്കും വണ്ടി. 9,35,000 രൂപയാണ് ചോദിക്കണേ. അതെ അതെ, കേരള രജിസ്ട്രേഷൻ തന്നെയാണ്. നമുക്ക് വില കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. ഇന്നോവ 2013 ഡീസൽ 1,64,000 കിലോമീറ്റർ ഓടിയേക്കണു. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കണ വണ്ടിയാണ് കേട്ടോ. കേരള ഇന്നോവകൾ നോക്കുന്നവർക്ക് നല്ല സുവർണ അവസരമാണ് കേട്ടോ. ഇന്റർകൂളർ വണ്ടി ആയിരിക്കില്ല എന്നുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കേരള വണ്ടിയുടെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നോക്കാൻ പറ്റിയതാണ്. വണ്ടി നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന കേട്ടോ. ഇന്ത്യയുടെ സീറ്റും കാര്യങ്ങളും സീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു ചെറിയ ബഡ്ജറ്റ് കാറിലേക്ക് പോവാം. ഇത് മറ്റേ i10 ഓട്ടോമാറ്റിക് ആണ്. 2011 മോഡൽ പെട്രോള്. 87,000 സംതിങ് കിലോമീറ്റർ ഓടിയേക്കണു. 4th ഓണർഷിപ്പ് ആയിട്ടുണ്ട് കേട്ടോ. 3,15,000 ആണ് ചോദിച്ചു നോക്കണേ. ഇത് റേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ആ റേറ്റ് അതിൽ എഴുതിട്ടേക്കണത് കൂടുതലാണ് എഴുതിട്ടേക്കണത്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറയും കേട്ടോ. അപ്പൊ നെഗോഷ്യബിൾ പ്രൈസ് ആണ് എല്ലാതും. ഇത് ആസ്റ്റ ABS i10 ഓട്ടോമാറ്റിക് കേട്ടോ. അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ കുറച്ച് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് പെട്രോള്, ഇതൊക്കെ വണ്ടി ഡീറ്റെയിൽ കേട്ടോ. ഇനി ഇതാ ഒരു സ്പോർട്സ് എടുക്കുന്നുണ്ട്. ഹ്യുണ്ടായി സ്പോർട്സ് i20 കേട്ടോ. i20 2015 മോഡല് പെട്രോള്. 1,07,000 സംതിങ് ഓടിന്റെ തേർഡ് ഓണർഷിപ്പില്. 4 ലക്ഷമാണ് ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്. നേരത്തെ പറഞ്ഞ പോലെ നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. 4 ലക്ഷമാണ് ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് കേട്ടോ. വീണ്ടും ഒരു i10. ഇത് ഗ്രാൻഡ് ആണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചോ. വണ്ടി ഞാൻ കാണിച്ചു തരാം. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. ഇതിന്റെ ഡയറക്റ്റ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ ചോദിക്കുക. വീണ്ടും ഒരു എറ്റിയോസ് എടുക്കുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടയറുകളാണല്ലോ. എറ്റിയോസ് ലിവ. ഇത് 2014 ഡീസല് 74,000 ഓടിക്കുന്നു. സിംഗിൾ ഓണർഷിപ്പില്. 4,70,000 ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഡീസലാണ് എറ്റിയോസ് ലിവ. അപ്പൊ ഇതിലെന്താ പ്രത്യേകത എന്ന് അറിയാലോ. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 23, 24 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇന്നത്തെ കാലത്ത്. വളരെ ഉപകാരമുള്ള വണ്ടിയാണ്. അടുത്ത നമുക്ക് വീണ്ടും പോവാം. ഒരു A-Star അല്ലാതെ അത് A-Star ഓട്ടോമാറ്റിക് കേട്ടോ. ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. A-Star ഓട്ടോമാറ്റിക് ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടിയിട്ട്, ലേഡീസ് യൂസിനൊക്കെ വേണ്ടിയിട്ട്. അത് മാരുതിയുടെ വണ്ടി ഓട്ടോമാറ്റിക്. അപ്പൊ നമുക്ക് സർവീസ് ചാർജ് കുറയും. കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നമുക്ക് അതിന്റെ ഷോറൂമിൽ കാര്യങ്ങൾ സർവീസ് ചാർജ് അങ്ങനെ എല്ലാ കാര്യത്തിലും സർവീസ് സെന്ററിലായാലും എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ബെറ്റർ ആണല്ലോ മാരുതി. നമുക്ക് റീസെൽ വാല്യൂ ഉണ്ട്. അപ്പൊ അതിന്റെ ഓട്ടോമാറ്റിക് നോക്കണവർക്ക് ഒരു ഓപ്ഷൻ A-Star ഓട്ടോമാറ്റിക്. ഇനി ഡീറ്റെയിൽ നോക്കാം. KL8 പ്രോപ്പർ 2011 പേൾ ആർട്ടിക് വൈറ്റ് പെട്രോൾ 82,000 ഓടിയേക്കണം. സെക്കൻഡ് ഓണർഷിപ്പ്.
2,65,000 ആണ് കേട്ടോ. ഡയറക്റ്റ് ചോദിക്കുക 2,65,000. ഫ്രണ്ട് ടയർ കുറച്ച് കുറവാണ് കേട്ടോ. പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണ്ടേ. ഫ്രണ്ട് ടയർ കുറച്ച് കുറവാണ്. ഓട്ടോമാറ്റിക് ആണ്. ഇതില് ഫ്രണ്ട് 2 ഡോറ്, സോറി 4 ഡോറും പവർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ വണ്ടിക്ക്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, AC വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഡയറക്റ്റ് വന്ന് സംസാരിക്കുക കേട്ടോ. അടുത്ത് നമുക്ക് ഒരു ന്യൂ മോഡൽ സ്വിഫ്റ്റ് തന്നെ വീണ്ടും പരിചയപ്പെടാം. L48P. ഇത് 2019 മോഡലാണ്. പെട്രോൾ, 47,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പിൽ, 6 ലക്ഷമാണ് കേട്ടോ ആസ്കിംഗ് പ്രൈസ്. 2019 മോഡൽ ഉണ്ട് വണ്ടി. ഡയറക്റ്റ് ഒന്ന് സംസാരിക്കാം കേട്ടോ. ഓട്ടോമാറ്റിക് ഒന്നല്ല, മാനുവലാണ്. പൂങ്കുന്നത്താണ് നമ്മുടെ ബ്ലൂ വേവ് മോട്ടോഴ്സ് പറഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ വരുന്നവരാണെങ്കിൽ അയ്യന്തോൾ വഴി വന്ന് കയറാൻ നോക്കാം. കാരണം ഇവിടെ റോഡ് പണി നടക്കുന്ന കാരണം 1 വേ ആണ്, ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പോൾ ഇതേക്കൂടെ വരാൻ നോക്കാം, അതായത് ഉഴക്കിയ റൂട്ട് വരാൻ നോക്കാം. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ടീം നമ്മുടെ ഒരു ഇന്നോവ ക്രിസ്റ്റ ഉണ്ട് കേട്ടോ. ഇന്റർകൂളർ, അതായത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്, ബോംബെ വണ്ടിയാണ്. ഒരു റീപ്ലേസും ഇല്ല, നല്ല വണ്ടിയാണ്. ഷോറൂമിലത്തെ വണ്ടിയല്ല, സ്ക്രീനിലുള്ള നമ്പറിൽ വിളിച്ചാൽ മതി.